ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു മൊമെന്റിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഒരാൾ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വാതി ആക്ട്രസ് ആണ്, സോറി ആക്ടറാണ്, മാറിപ്പോയതാണ് കേട്ടോ. ഓക്കെ, ആക്ടർ പറഞ്ഞില്ലേ. ഓക്കെ, സോ ഇനി ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് നമ്മളെല്ലാവരും ഒരേപോലെ കാത്തിരിക്കുന്ന ഒരു ശബ്ദത്തിന് വേണ്ടിയിട്ടാണ്. ആരുടേതാണ്? ആസിഫ് അലി. ഒരു കാര്യം, നമ്മുടെ മൂവിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ, മൂവിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേയൊക്കെ ആയിട്ട് ബിഫോർ ദാറ്റ് ഐ വാണ്ട് ടു ആസ്ക് സംതിങ്. എങ്ങനെയാണ് സാർ ഇത്രയും സിമ്പിൾ ആയിട്ട് ഇത്രയും വലിയൊരു സ്റ്റാർട്ടപ്പ് കീപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത്ര സിമ്പിൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്? ആൻഡ് വൺ മോർ തിങ്, ഇത്ര പ്രായമാകാത്തത് ശരിയല്ലേ? ഇപ്പോഴും കോളേജിൽ പഠിക്കുന്ന പയ്യപാട് പോലെയാണ് അല്ലേ? അത്ര വയസ്സുള്ളൂ. എനിക്ക് വയസ്സ് അറിയാം കേട്ടോ. ഐ നോ ഹൗ ഓൾഡ് ആർ യു. ഹലോ, ഹായ്, നമസ്കാരം. എനിക്കറിയാം വെക്കേഷനാണ്, വെക്കേഷന്റെ പ്ലാൻ ആയിട്ടാണ് നിങ്ങൾ ഇന്ന് ലുലുമോളിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ 15 മിനിറ്റ് കൂടുതൽ ഞങ്ങൾ എടുക്കില്ല, പ്രോമിസ്. ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഉഗ്രൻ ഐഡിയ കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. അത് വേറൊന്നുമല്ല, സർക്കീട്ട് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരു കുട്ടി സുഹൃത്തുണ്ടാവും, ഒരു കുഞ്ഞ് അനിയനുണ്ടാവും, ഒരു കുഞ്ഞു മോനുണ്ടാവും. നിങ്ങളൊക്കെ നല്ല സ്നേഹമുള്ള അച്ഛനും അമ്മയും വാപ്പയും ഉമ്മയും ഡാഡയും മമ്മയൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വെക്കേഷന് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒരുപാട് നമുക്കൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന എല്ലാവർക്കും, വീട്ടിലൊക്കെ കുട്ടികളുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സിനിമയാണ്. മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ കാണാണ്ടാവും, ഉപ്പ ഉമ്മ എല്ലാവർക്കും കാണാം. ഒരു കംപ്ലീറ്റ്ലി ഫാമിലി കാർട്ടൂൺ ഫിലിമാണ്. തമിഴിന്റെ 2ാമത്തെ സിനിമയാണ്. ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഗോവിന്ദ് ചെയ്യുന്ന മലയാളത്തിലെ ഒരു സിനിമയാണ്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ വെക്കേഷൻ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. എപ്പോഴും ഈ കയ്യടി കിട്ടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം, മുന്നോട്ട് പോകാനുള്ള എനർജി. ഒരു പ്രാവശ്യം കൂടെ ആ കയ്യടി തരുമോ? താങ്ക് യു. അപ്പോൾ 8-ാം തീയതിയാണ് സർക്കിൾ റിലീസ് ആവുന്നത്. ഇതിലെ പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് ആണ്. നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ ആ പാട്ടുകളെല്ലാം ഇടം പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ നിങ്ങൾ വെക്കേഷനാണ്, ആസ്വദിക്കുക. കുട്ടികളായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. കുട്ടികളെ കൊണ്ട് പുറത്തു പോവുക, കുട്ടികളെ കൊണ്ട് സിനിമയ്ക്ക് പോവുക, കുട്ടികളെ കൊണ്ട് സർക്കിട്ട് കാണാൻ വരിക. അപ്പൊ നിങ്ങളെല്ലാവരും തിയേറ്റേഴ്സിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഒരേപോലെ അറിയാനായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പറയണ്ടേ? ഹായ്, ഞങ്ങളുടെ സിനിമ സർക്കിൾ ഈ വരുന്ന മെയ് 8-നാണ് റിലീസ്. ഒരു ചെറിയ ഫാമിലി സിനിമയാണ്. അപ്പം പറ്റുന്ന എല്ലാവരും കുടുംബമായിട്ട് വന്ന് സിനിമ കാണാൻ, ഈ വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഓക്കെ, ഇനി നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ഗോവിന്ദ് സാറ്. എല്ലാവർക്കും നമസ്കാരം. സർക്കിട്ട് 8-ാമത്തെ റിലീസാവണം, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എനിക്ക് റീസെൻ്റ്ലി ഞാൻ മലയാളത്തിൽ ചെയ്ത എൻ്റെ ഏറ്റവും ബെസ്റ്റ് വർക്കാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ആസിഫ് അലിയുടെ പെർഫോമൻസ് ഞാൻ റീസെൻ്റ്ലി കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എനിക്ക് തോന്നുന്നതാണ്. ഞാൻ തിയേറ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പയ്യൻ going to be a star after this film. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണാൻ, എല്ലാ സിനിമയും കാണാൻ ഇഷ്ടപ്പെട്ട സിനിമകളെ സപ്പോർട്ട് ചെയ്യണം. സൂര്യൻ കുഞ്ഞം ചെറിയുങ്ങിട്ട് കണ്ടൂറായി തോന്നും കണ്ടീന് ഒരു നോക്കും വള്ളം തുള്ളും തണ്ണീര് മാറും കാറും തെക്കുന്നെത്തി തെന്നല് വേണക്കൊന്ന് കൂട്ടും പേരി കാത്തോലാകൊണ്ട് വിശീന വീറ്റി നാടും പങ്കേത്ത് കൊണ്ടും കൊഞ്ഞാറ്.
what do you want to say? എന്താണ് പറയാനുള്ളത് ഈ ഒരു മൊമെന്റിൽ ഇത്രയും ക്രൗഡിനെ ഫേസ് ചെയ്ത് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുമ്പോൾ what do you want to say? അതിൽ തന്നെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളെല്ലാവരും കാണാനിവിടെ എത്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ നന്ദി. പിന്നെ ഇവിടെ വന്നതുപോലെ തന്നെ 8-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ വരണം. ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്ന കാര്യത്തിലൊരു സംശയമില്ല. അതിന് കൂടുതലൊന്നും പറയാനില്ല, എല്ലാവരും പറഞ്ഞു. അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. എന്തായാലും നിങ്ങൾ പടങ്ങളാണ്, ഞങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആണ്. എന്തായാലും നല്ലൊരു ചിത്രമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. അപ്പോൾ തിയേറ്ററിൽ കാണാം. സാർ കേൾക്കുന്നതാണ്. ഒരാളിങ്ങനെ വിചാരിക്കും ഈ ചേച്ചി എന്താ എനിക്ക് മാത്രം മൈക്ക് തരാറ്, ഈ ചേച്ചി എന്താ എന്നെ മാത്രം അവോയ്ഡ് ചെയ്യാണോ? അങ്ങനെയാണോ ഒരാൾ? അങ്ങനെയാണോ? പക്ഷെ നിന്റെ മൗത്ത് എവിടെ കാണുന്നില്ലല്ലോ. ഐ കാൻറ്റ് സീ യുവർ മൗത്ത്. ഒന്നും പറയണ്ട, ഞങ്ങളൊരു പാട്ട് പ്ലേ ചെയ്ത് തരും. അതിന് അടിപൊളിയായിട്ട് 2-3 സ്റ്റെപ്പ് വെച്ചാൽ മതി. റെഡിയാണോ? എല്ലാരും സിനിമ തിയേറ്ററിൽ പോയി കാണണം, ഉറപ്പല്ലേ? എല്ലാരും നല്ലൊരു ക്ലാപ്പ് വന്നേ. ഓക്കേ, ഇനി നല്ല എന്താ പറയാ എനർജറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിഫൈങ് ആയിട്ടുള്ള ഒരു ട്രാക്ക് പ്ലേ ചെയ്യാം കേട്ടോ. നമ്മുടെ ഒരെണ്ണം നമുക്ക് എല്ലാവർക്കും വേണ്ടി 2-3 സ്റ്റെപ്പ് വെക്കും. ഡെഫിനറ്റ്ലി. ആർ യു റെഡി? ആർ യു റെഡി? കൈയ്യടിക്കാൻ റെഡിയാണോ? ഓക്കേ, ദെൻ ഫൈൻ. കിട്ടില്ലേ? ഇതിന്റെ ബാക്കി കാണണമെങ്കിൽ തിയേറ്ററിലേക്ക് വരണം. ഈ സിനിമയിലുള്ള ഒറ്റ സിനിമയിലുള്ള സൂപ്പർ സ്റ്റാർ ആകാൻ പോകുന്ന ആളാണ് ജെപ്പോ. എടാ, നിനക്ക് എവിടുന്നാ ഇത്ര എനർജി? Where you get this energy from? എവിടുന്നാണ്? എനിക്ക് വയ്യ, ഞാൻ വരില്ല. Anyway, that was an amazing incredible performance. നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള once again huge ആയിട്ടുള്ള round of applause കൊടുക്കാം കേട്ടോ. എല്ലാവരുടെയും സംസാരം കൈകൊണ്ട് പറയാൻ ബാക്കിയൊന്നും കാണില്ല. മിക്കവാറും എല്ലാവരും 8-ന് തന്നെ പോയിട്ട് സർക്കിട്ട് തിയേറ്ററിൽ നിന്ന് കാണാം. ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഡ്രാമ മൂവിയാണ്. ഇമോഷണൽ ആയിട്ടുള്ള നല്ല ഫാമിലിക്ക് എല്ലാവരും ഒരുമിച്ച് പോയി കാണാനുള്ള ഒരു പരിപാടിയാണ്. എന്തായാലും എല്ലാവരും പോയി കാണണം. യെസ്, അതന്നെ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു മൂവിയുടെ ബാക്കിൽ വർക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആണ്. എല്ലാവരും കോളേജ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്ത പോലെയുണ്ട്. എവരിബഡി സംസാരത്തിലും ആ ഒരു ആറ്റിറ്റ്യൂഡിലും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യാൻ പറ്റിയത്. മേ ബി ആ ഒരു വൈബ് തന്നെ സർക്കിട്ടിൽ നിന്നും ഒരു ഫീൽ ഗുഡ് വൈബ് എല്ലാവർക്കും കിട്ടും. ഓരോരുത്തർക്കും ഫാമിലിയിലെ ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആർക്ക് വേണമെങ്കിലും ഒരേപോലെ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫീൽ ഗുഡ് മൂവിയാണ് സർക്കിട്ട്.